തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെ കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അട്ടിമറിയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇടതു നേതൃത്വം. ഘടകകക്ഷിയായ RJDയിൽ നിന്ന് UDFിലേക്കുള്ള വോട്ട് ചോർച്ച ഇടത് മുന്നണിക്കകത്ത് ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു. വിവരങ്ങൾ നൽകാൻ വീണ്ടും ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ശ്യാമപ്രസാദ്, ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെ എന്ത് അട്ടിമറി നടന്നുവെന്നാണ് ഈ LDF സംശയിക്കുന്നത്? ഈ RJD എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അശ്വതി, കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്കിൽ ഇന്നലെ അധ്യക്ഷ പദവിക്കിടയിലായിരുന്നു ഇത്തരത്തിലൊരു നാടകീയമായ ഒരു സംഭവം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു സംഭവം തന്നെയാണ് നടന്നിരുന്നത്. അതായത് വടകര ബ്ലോക്കിൽ UDFനും LDFനും 7 സീറ്റുകൾ വീതം തുല്യ നിലയിലായിരുന്നു കക്ഷിനില. ഇതിനിടയിൽ നറുക്കെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ RJD അംഗത്തിന്റെ വോട്ട് UDF അക്കൗണ്ടിലേക്ക് വീഴുന്നത്. പ്രധാനമായും LDF പോലും, അതായത് ഇടത് നേതൃത്വം പോലും, അല്ലെങ്കിൽ ഇടത് വലത് നേതൃത്വം പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു RJD അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനാൽ തന്നെ ഇതിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് രണ്ട് കേന്ദ്രങ്ങളും. എന്തായാലും UDF ഭരണം RJD അംഗത്തിന്റെ വോട്ടോടുകൂടി തന്നെ UDFന്റെ പഞ്ചായത്ത് ഭരണം UDFന്റെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇത് ഇടതുമുന്നണിക്കകത്ത് ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. RJD അംഗത്തിന്റെ വോട്ട് അബദ്ധത്തിൽ വീണതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്നുള്ള ഇക്കാര്യത്തിൽ പരിശോധനകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും RJD അംഗമായ രജനിക്കെതിരെ, ഇത്തരത്തിൽ രജനിയായിരുന്നു അബദ്ധത്തിൽ വോട്ട് ചെയ്ത് ഈ അംഗത്തിനെതിരെ RJD നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ നടപടി ഇന്നലെ തന്നെ വൈകിട്ടോടുകൂടി തന്നെ RJD അംഗത്തിനെതിരെ എടുത്തിരുന്നു. എന്തായാലും ജില്ലാ നേതൃത്വം അംഗത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറും. സംസ്ഥാന നേതൃത്വം അടുത്ത LDF യോഗത്തിൽ ഇക്കാര്യം LDF കൺവീനർ ഉന്നയിക്കുന്ന പക്ഷം ഇക്കാര്യത്തിൽ വിവരങ്ങൾ ധരിപ്പിക്കാനാണ് തീരുമാനം. എന്തെങ്കിലും മുന്നണി മാറ്റത്തിന്റെ സൂചനകളാണെന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമായും RJD നേതാക്കൾ ആരെങ്കിലും തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. LDF നേതൃത്വമോ CPM നേതൃത്വമോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ വടകരയിൽ ഇത്തരത്തിൽ CPMും കോൺഗ്രസും നേർക്കുനേർ പോരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി RJD അംഗത്തിന്റെ വോട്ട്, LDFന്റെ ഘടകകക്ഷിയായ RJD അംഗത്തിന്റെ വോട്ട് UDFിലേക്ക് എത്തിയതിൽ രണ്ട് കേന്ദ്രങ്ങളിലും അമ്പരപ്പും ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെയാണ് ഇത്തരമൊരു സംശയം LDF പ്രകടിപ്പിച്ചിരുന്നത്. അതായത് ഈ കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അട്ടിമറിയിലാണ് ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഘടകകക്ഷിയായ RJDയിൽ നിന്ന് UDFിലേക്കുള്ള വോട്ട് ചോർച്ച ഇടത് മുന്നണിക്കകത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ്.